നിഴലും വെളിച്ചവും. നഗരത്തിലെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായ ശിവപ്രസാദിൻ്റെ മകളാണ് മീര. അവളുടെ ലോകം പുസ്തകങ്ങളും സംഗീതവും നിറഞ്ഞതായിരുന്നു. ആ വീട്ടിൽ പുതുതായി ഡ്രൈവറായി എത്തിയതായിരുന്നു രാഹുൽ. ബിരുദ പഠനം കഴിഞ്ഞ് മറ്റു ജോലികൾ കിട്ടാത്തതുകൊണ്ടും കുടുംബ പ്രാരാബ്ധങ്ങൾ കാരണവും അവൻ ഡ്രൈവിംഗ് ജോലി തിരഞ്ഞെടുക്കുകയായിരുന്നു. ശിവപ്രസാദിനെ ഓഫീസിലേക്കും മീരയെ കോളേജിലേക്കും അവിടുന്ന് തിരികെയും കൊണ്ടുവരുന്നത് രാഹുലായിരുന്നു. അതുകൂടാതെ ഓഫീസിലെ മറ്റു ഓട്ടങ്ങൾക്കും രാഹുൽ തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് രാഹുലിന് കാര്യമായി തന്നെ ജോലിയുണ്ടായിരുന്നു. ആദ്യമൊക്കെ മീരയ്ക്ക് രാഹുൽ വെറും ഒരു ഡ്രൈവർ മാത്രമായിരുന്നു. കോളേജിലേക്കും തിരിച്ചുള്ള യാത്രകളിലും അവർക്കിടയിൽ വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം മീര തൻ്റെ പ്രിയപ്പെട്ട പുസ്തകം കാറിൽ മറന്നുവെച്ചു. പിറ്റേന്ന് അത് തിരികെ നൽകുമ്പോൾ രാഹുൽ പറഞ്ഞു, "ഈ പുസ്തകത്തിലെ അവസാന ഭാഗം വളരെ മനോഹരമാണ്. മനുഷ്യർക്കിടയിലെ മതിൽക്കെട്ടുകൾ മനസ്സു വിചാരിച്ചാൽ തകർക്കാവുന്നതേയുള്ളൂ എന്ന വരി എനിക്കിഷ്ടപ്പെട്ടു." അതൊരു തുടക്കമായിരുന്നു. രാഹുലിന് സാഹിത്യത്തിലും സംഗീതത്തിലും വലിയ അറിവുണ്ടെന്ന് മീര തിരിച്ചറിഞ്ഞു. അവരുടെ യാത്രകളിൽ പിന്നെ നിശബ്ദതയ്ക്ക് സ്ഥാനമില്ലാതായി. പഴയ പാട്ടുകളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും അവർ സംസാരിച്ചു തുടങ്ങി. ഒരു മഴയുള്ള വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ടയർ പഞ്ചറായി കാർ വഴിയിൽ നിന്നു. മഴ നനഞ്ഞ് ടയർ മാറ്റുന്ന രാഹുലിനെ നോക്കി നിന്ന മീരയ്ക്ക് തൻ്റെ ഉള്ളിലെ പ്രണയം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. അവൾ രാഹുലിനോട് ചോദിച്ചു, "രാഹുലിന് എന്നോട് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ഡ്രൈവർ എന്നതിലപ്പുറം?" രാഹുൽ പുഞ്ചിരിയോടെ മറുപടി നൽകി, "നിങ്ങൾ വെളിച്ചമാണ് മീര, ഞാൻ വെറും ഒരു നിഴലും. വെളിച്ചത്തെ സ്നേഹിക്കാൻ നിഴലിന് അവകാശമില്ലെന്നറിയാം. പക്ഷേ ആ വെളിച്ചമില്ലാതെ നിഴലിന് നിലനിൽപ്പില്ല." അവരുടെ പ്രണയം വാക്കുകളേക്കാൾ കൂടുതൽ മൗനത്തിലൂടെയാണ് വളർന്നത്. കാരണം ഒരു ഡ്രൈവറും മുതലാളിയുടെ മകളും തമ്മിലുള്ള ബന്ധത്തിന് സമൂഹം ചാർത്തിക്കൊടുക്കുന്ന വിലക്കുകളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ മീരയുടെ അച്ഛൻ മീരയുടെ വിവാഹാലോചനയെക്കുറിച്ച് സംസാരിക്കുന്നത് രാഹുൽ കേട്ടു. വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ അവകാശിയുമായിട്ടായിരുന്നു ആലോചന. അന്ന് രാഹുൽ മീരയ്ക്ക് ഒരു കത്തെഴുതി. "പ്രതാപങ്ങളൊന്നുമില്ല മീര, പക്ഷേ എൻ്റെ കൂടെ നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. നമ്മൾ സ്വപ്നം കണ്ട ആ ലോകത്ത് എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ?" മീര തൻ്റെ അച്ഛനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. സിനിമകളിലെ പോലെ വലിയ സംഘടനകളോ ബഹളങ്ങളോ അവിടെ ഉണ്ടായില്ല. ആദ്യം എതിർത്തുവെങ്കിലും രാഹുലിൻ്റെ സ്വഭാവശുദ്ധിയും മീരയുടെ ഉറച്ച തീരുമാനവും ശിവപ്രസാദിനെ ചിന്തിപ്പിച്ചു. പദവികളേക്കാൾ വലുത് പരസ്പരമുള്ള മനസ്സിലാക്കലുകളാണെന്ന് ആ വീട് തിരിച്ചറിഞ്ഞു. ഒരു ഡ്രൈവർ എന്ന നിലയിലല്ല, മറിച്ച് തൻ്റെ മകളെ മനസ്സിലാക്കുന്ന, അവളെ സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനെന്ന നിലയിൽ രാഹുലിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായി. പ്രണയത്തിന് പദവികളോ പണമോ മാനദണ്ഡമല്ല. രണ്ടു മനസ്സുകൾ തമ്മിലുള്ള ആത്മബന്ധമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ.